കർത്താവിൽ പ്രിയരെ, ഇന്ന് വീണ്ടും ഒരു ചെറിയ പ്രാർത്ഥന കൂട്ടമായിരിക്കും നമുക്ക് കർത്തൃസന്നിധിയിൽ ഈ രാവിലെ അടുത്തു വരുവാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും സ്തോത്രം കരയറ്റാം. ഇന്ന് നമ്മൾ കേട്ട വേദഭാഗങ്ങളുണ്ടല്ലോ, 1 കൊരിന്ത്യർ 1:18-31 വരെ. അതേ ബേസ് ചെയ്ത് നമുക്ക് ഇന്ന് ധ്യാനിക്കാമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവം അതിനെ സഹായിക്കട്ടെ. നമ്മുടെ തലകളെ നമ്മൾക്ക് വണക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിച്ച അവിടുത്തെ പ്രിയപുത്രരെ ഞങ്ങൾക്കായി കുരിശിൽ ഏൽപ്പിച്ച ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, അടിയന്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ധ്യാനവും ഇന്നും എന്നും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. ഇൻ ജീസസ് പ്രഷ്യസ് നെയിം വി പ്രേ, ആമേൻ. ഇപ്പോൾ കൊരിന്ത്യർ ലേഖനത്തിന്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചത്. ഈ അപ്പോസ്തലനായ പൗലോസ് ഈ കൊരിന്ത്യ ലേഖനം എഴുതുന്നതിനുള്ള ഒരു കാരണം, ഇപ്പോൾ പലപ്പോഴും സഭകളിലൊക്കെ നടക്കുന്നത് പോലെ പലരും പലരുടെ പക്ഷക്കാരായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാക്കി ജീവിക്കുന്നത് കൊണ്ട് അവരെ ഒന്ന് ഒരുമിച്ചാക്കാൻ വേണ്ടി അപ്പോസ്തലൻ ശ്രമിക്കുന്നതാണ് ഈ കൊരിന്ത്യ ലേഖനത്തിൽ ആകെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ കൊരിന്ത്യരുടെ ഇടയിൽ ചിലർ പൗലോസിന്റെ പക്ഷക്കാരായിരുന്നു, ചിലർ പത്രോസിന്റെ പക്ഷക്കാരായിരുന്നു, ചിലർ അപ്പല്ലോസിന്റെ പക്ഷക്കാരായിരുന്നു, കുറെ പേര് ക്രിസ്തുവിന്റെ പക്ഷക്കാരുമായിരുന്നു. അപ്പോൾ ഇതില് ഇപ്പോ അപ്പോസ്തലൻ കൊരിന്ത്യരോട് ചോദിക്കുന്നത്, ഈസ് ക്രൈസ്റ്റ് ഡിവൈഡഡ്? ആ ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിൽ കൂടെ ക്രിസ്തുവിന്റെ അനുയായികളായിട്ടുള്ള ഒരേ സഭയല്ലാതെ വേറെ യാതൊരു ഡിവിഷനും പാടില്ല, അത് മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് തറപ്പിച്ച് കൊരിന്ത്യരോടും നമ്മളോടും പറയുവാനായിട്ടാണ് ഈ ലേഖനം അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഹോളിനെസ് അല്ലേ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മുടെ പുണ്യം കൊണ്ടോ നമ്മുടെ പ്രവൃത്തികളോ കൊണ്ടോ ഇതിനാൽ ഒന്നും സാധിക്കുന്നതല്ല. പരിശുദ്ധനായ കർത്താവായ യേശുക്രിസ്തുവും അവന്റെ ആത്മാവും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഹോളിയായിട്ട് ആകുന്നത്, അതായത് നമ്മുടെ മിടുക്കുകൊണ്ടല്ല. അപ്പോൾ ഈ പൗലോസ് അപ്പോസ്തലൻ ഈ വചനം പൗലോസ് അപ്പോസ്തലനെ പഠിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. ദൈവം ഒരുവൻ തന്നെ മാത്രമാണ് നേരിട്ട് ആത്മാവിലൂടെ പൗലോസ് അപ്പോസ്തലനോട് പഠിപ്പിച്ച് ആ എഴുതിയ ലേഖനങ്ങളെല്ലാം തന്നെ ദൈവാത്മാവിൽ കൂടെ ദൈവം പറഞ്ഞെഴുതിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഈ തിമോത്തിയോട് അഡ്വൈസ് ചെയ്യുമ്പോൾ 2 തിമോത്തി 3:16 പറയുന്നത്, ഓൾ സ്ക്രിപ്ചേഴ്സ് ആർ ഇൻസ്പയർഡ് ബൈ ഗോഡ്. എന്തിനായിട്ടാകുന്നു? നമ്മളെ ഉപദേശിക്കാനും ശാസിക്കാനും, അങ്ങനെ നമ്മളെ ഗുണീകരിച്ച ഗുണീകരണത്തിൽ കൂടെ നമ്മളെ നീതി മാർഗത്തിലേക്ക് നടത്താൻ വേണ്ടിയാണ് ഈ ദൈവവചനം ദൈവം മക്കളിൽ കൂടെ ദൈവം ഓരോ സമയത്ത് നേരിട്ടും മക്കളിൽ കൂടെയും നമുക്ക് തന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ bringing out that the message of cross as the central theme from when we were reading from verse 18-24, he is emphasizing that the message of cross is the central theme in a believer's life. So in this he is saying that Christ who was hung on the cross is the
power and the wisdom of God. But Paul says that this message of cross become foolishness to those who perish. But for all those who are saved like us, it is the power of God. കുരിശന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും എന്നാൽ രക്ഷിക്കപ്പെടുന്നവരായ നമ്മൾക്ക് അത് ദൈവശക്തിയുമാകുന്നു. So Paul was so convinced about the role of cross in a believer's life. He proclaimed that in Galatians 6:14, though he was a highly qualified Pharisee, but he was saying that he had nothing to boast. എനിക്ക് പുകഴുവാനായിട്ട് ഒന്നുമില്ല other than the cross of our dear Lord Jesus Christ. അതിനാൽ അവൻ ലോകം എനിക്കും ഞാൻ ലോകത്തിനുമായി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പം this cross was designed, എന്തിനായിട്ടാണ് ഡിസൈൻ ചെയ്തത്? It was to torture and kill people. But our Heavenly Father chose this as an instrument to hang his son on that cross out of his agape love to the sinful humanity. Thereby, through his son, he managed to take away the sins of the world, sins of the humanity. അതിലെ എഫേസ്യർ 2 പറയുന്നത് പോലെ അങ്ങനെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരിക്കുന്ന നമ്മെ അവൻ ക്രിസ്തുവിൽ കൂടെ ജീവിപ്പിച്ച് കൃപയാൽ നമ്മെ രക്ഷിച്ചു. മനുഷ്യൻ ഹീന കാര്യത്തിനായിട്ടൊരു ഡിവൈസ് ചെയ്ത ഉപകരണം ദൈവ കരങ്ങളിൽ മാനപാത്രമാക്കി മാറ്റി വിശ്വാസികളായ നമുക്ക് ഓരോർക്കും അഭിമാനത്തോടെ നമ്മുടെ കഴുത്തിൽ തൂക്കിയിടാനുള്ള ഒരു ആഭരണമാക്കി ദൈവം അതിനെ മാറ്റി. അപ്പോൾ ഈ ക്രൂശിനെ പറ്റി ഓർക്കുമ്പോൾ ജനസിസ് 3:15 ദൈവം സാത്താനെ ശപിച്ചു, മനുഷ്യനെ കൊണ്ട് പാപം ചെയ്തതെന്ന് കന്യകയുടെ മകൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അപ്പോൾ കർത്താവ് വന്നപ്പോൾ, ലോകത്തിൽ വന്നപ്പോൾ ആ പറഞ്ഞതനുസരിച്ച് കർത്താവിന്റെ കുതികാൽ തറക്കാനായിട്ട് സാത്താൻ ആളുകളെ ഒടിപ്പിച്ച് അവനെ ക്രൂശിൽ തറച്ചു. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ 1 കൊരിന്ത്യർ 2:8 പറയുന്നത്, ഈ മകനിൽ കൂടെ ഒഴുകിയ ആ രക്തത്തിന്റെ ശക്തി ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സുള്ള കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നെന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ തറപ്പിച്ചും കൊരിന്ത്യരോടും പറയുന്നത്. എന്നാൽ ഇവിടെ ഉള്ള പ്രശ്നം എന്താണ്? യഹൂദൻ only believed in miraculous healing. അവർ ക്രൂശിൽ കിടക്കുന്ന കർത്താവിനോട് പറഞ്ഞു, നീ ക്രൂശിൽ നിറങ്ങി വാ, എന്നാൽ ഞാൻ വിശ്വസിക്കാം. അതേസമയം യവനനും ജാതികളും അവര് രോഗപ്രകാരമുള്ള ജ്ഞാനത്തിൽ മാത്രമാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്നാൽ ദൈവത്തിന് ഈ ജ്ഞാനവും ഇതെല്ലാം തന്നെ ഭോഷത്വമാണെന്ന് ഈ പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് when Paul and his fellow workers preached the message of Christ crucified, the message of cross became a stumbling block to the Jews, and it became foolishness to the Gentiles. But to all those who believe and saved like us on the cross, it has become the power of God
And this gospel of love became the wisdom of God. റോമൻസ് 1:16 പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ സുവിശേഷം വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദനും പിന്നെ യവനനും അതിന് രക്ഷയ്ക്കായിട്ടുള്ള ദൈവശക്തിയാണെന്നാണ് അപ്പോസ്തലൻ അവിടെ എഴുതിയിരിക്കുന്നത്. So let us now move on to verse 25. Paul is telling us that foolishness of God is wiser than man's wisdom, and the weakness of God is stronger than man's strength. So God proved this time and time again through the scriptures. When we read the scriptures, we know that ഈ ഒരു ഡ്രീമറായി സ്വപ്നം കണ്ടുകൊണ്ട് നടന്ന ഒരു ജോസഫിനെ തൻ്റെ സഹോദരന്മാരെ അടിമയാക്കി ഈജിപ്തിൽ വിട്ടിട്ട് ഈജിപ്ത് പ്രിസണിക്ക് വന്നപ്പം വീണ്ടും ഒരു ഫറവോന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത് ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയാക്കി മാറ്റി ആ ജോസഫിനെ, ഈ ഡ്രീമറായ ജോസഫിനെ. അത് കഴിഞ്ഞ് നമ്മൾ മോശയെ നോക്കുമ്പം ആട്ടിടയനായിട്ട് വിക്കനായിട്ട് നടന്ന മോശെ ഏറ്റവും താഴ്മയുള്ളവനായിരുന്ന മോശെ 80-ാം വയസ്സിൽ ആ മോശയെ പിടിച്ചിട്ട് ഈ ശക്തിമാനായ ഫറവോനെ വെല്ലുവിളിച്ച് 3 മില്യൺ തന്റെ ജനതയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു മോശയെ കൊണ്ട്. പിന്നെ ഈ ജഡ്ജസിനെ തെരഞ്ഞെടുക്കുന്നു നോക്കുമ്പോൾ നോക്കൂ, ഗിദെയോനും സാംസണും ഒക്കെ വെറും ഓർഡിനറി പീപ്പിൾ ആയിരുന്നു. സോ God always choose very, very ordinary people to do extraordinary work for his kingdom. That is what God was using all the time. So in that process, he has transformed his arch enemy, the knowledgeable and clever and highly qualified Saul of Tarsus, and he has transformed him to Apostle Paul to give us his gospel as a torch bearer for his gospel and to give us the message of the cross. So that is how the God is preparing people. Not only taken ordinary, he has chosen the rich man, the Joseph of Arimathea, and Jnaniyaya Nicodemus. He has preordained them so he could have a proper burial. So that is, so the bottom line for God doesn't choose people according to their merit, but on their commitment to his cause. So as Peter emphasized that in 1 Peter 1:2, അപ്പം ദൈവത്തിൻ്റെ ഈ പരിപാടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എലക്ഷൻ, നോട്ട് എ സെലക്ഷൻ ഓൺ മെറിറ്റ്. And this election is carried out through a process called calling. So calling, so this calling is given to the people whom he can put his trust in. അത് മാത്രമാണ് ദൈവം ഈ ആൾക്കാരെ വിളിക്കുമെന്ന് നോക്കുമ്പം വിശ്വസിക്കാൻ പറ്റുമോ, അവന് എൻ്റെ കാര്യം ഏൽപ്പിക്കാൻ പറ്റുമോ, ഇത് മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ ക്രൈറ്റീരിയ. അപ്പൊ അവരുടെ ഹൃദയം എങ്ങനെയുള്ളതാണെന്ന് നോക്കി ആ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവമാണ് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. സോ അതിൻ്റെ അറിയണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായിട്ട് വായിക്കാൻ ജെസ്സിയുടെ മക്കളെ തെരഞ്ഞെടുക്കാനായിട്ട് ശമൂവേൽ പ്രവാചകനെ അയച്ചു. 1 ശമൂവേൽ 16 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ചെന്ന് ജെസ്സിയുടെ കഴിവുള്ള 7 മക്കളെയും ഇന്റർവ്യൂ ചെയ്തു. അവർക്ക് ആർക്കും യോഗ്യതയില്ല.
അപ്പോൾ ജെസ്സി ചോദിച്ചു, നിങ്ങൾക്ക് ഇനിയും വല്ല മക്കളും ഉണ്ടോ? അന്നേരം ആ ജെസ്സി ഓർക്കുന്നു, എൻ്റെ ഒരു ഇളയ മകനുണ്ടോ, അവൻ ആട്ടിടയനായിട്ട് ആടിനെ മായ്ച്ചിരുന്നു, അവൻ എന്നോ ചെയ്യാൻ. അതുകൊണ്ട് ജെസ്സിക്ക് ഓർമ്മയില്ലായിരുന്നു. പിന്നെ ശമൂവേൽ പറഞ്ഞതിന് വിളിച്ചു. വന്നിട്ട് whom he ordained, ദാവീദിനെ. ദാവീദ് ആട്ടിടെ ഇതേ ബാലനായിരുന്നെങ്കിലും ദാവീദിനെ വാഴിച്ചു, ദാവീദിന്റെ ഹൃദയം കണ്ടുകൊണ്ട്. അപ്പോൾ ഈ വാഴിച്ചു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് ദാവീദിന്മേൽ വന്നു. ആ ദാവീദിന്റെ കൂടെ ആ ആത്മാവ് തുടർന്നിരുന്നതായിട്ട് നമ്മൾക്ക് കാണാം. നമ്മളപ്പോ ഈ ദാവീദിന്റെ സങ്കീർത്തനങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മളത് ശരിയായിട്ട് ധ്യാനിച്ചാൽ ദൈവരാജ്യത്തിന്റെ സകല മർമ്മങ്ങളും ദൈവം ഈ രാജാവിന്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി കൊടുത്ത് അതിൻ പ്രകാരമാണ് ഈ സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവൻ 22-ാം സങ്കീർത്തനത്തിന് തൻ്റെ മകന്റെ ക്രൂശാരോഹണത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ക്ലിയറായിട്ട് അത്രേ 1000 വർഷത്തിന് മുമ്പ് ദാവീദ് രാജാവിന് വെളിപ്പെടുത്തി കൊടുത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദാവീദ് രാജാവ് ആസ് യൂഷ്വൽ ഇടയ്ക്കിച്ചിട്ട് വന്നിട്ട് വാട്സപ അഫെയറിലെ ദാവീദ് കുറച്ച് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയി. അപ്പോൾ ഈ നാഥാൻ പ്രവാചകൻ ദാവീദിനെ when he put him on the spot, ദാവീദ് എന്നാ ചെയ്തത്? തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിലിരുന്ന് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ ആത്മാവിനെയും അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ തിരികെ വരയണമേ എന്ന് ദാവീദ് അപേക്ഷിക്കുന്നതാണ് 51-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നതും 32-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നതും ഒക്കെ. അപ്പോ അതില് നമ്മൾക്കറിയാം ആ ഹൃദയത്തിൽ ദൈവം തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഈ ദാവീദ് രാജാവിന്റെ കൂട്ട് ദൈവത്തോടും ദൈവത്തിലും ദൈവത്തിനുമായിട്ട് ജീവിച്ച ഒരു രാജാവിനെയും നമ്മൾക്ക് കാണാൻ സാധ്യമല്ല. അപ്പൊ അങ്ങനെ ആ ദാവീദ് രാജാവ് നമ്മളെ എന്നാ പഠിപ്പിക്കുന്നത്? ഈ 51-ാം സങ്കീർത്തനത്തിൽ കൂടെ പഠിപ്പിക്കുന്നത് എന്നാകുന്നു? നമ്മുടെ ഹൃദയവും തകരാം, നമ്മുടെ ഹൃദയവും ഞുറുങ്ങാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താകുന്നു? തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയം ആ ബലമുള്ള കർത്താവിന്റെ കൈകളിൽ നമ്മൾ വെച്ചു കൊടുക്കണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൽ ഒരു കഷ്ണം പോലും നമ്മൾ നഷ്ടപ്പെടാൻ ഇടവാകില്ല. പൂർണ്ണമായിട്ട് ആ ഹൃദയം വെച്ചു കൊടുത്താല് എന്താകുന്നു ദൈവം ചെയ്യുന്നത്? തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ തൻ്റെ ശരീരമാകുന്ന അപ്പം ആ കൈകളിൽ വെച്ച് വാഴ്ത്തി നുറുക്കി നമുക്ക് സന്തോഷവും സമാധാനവും സൗഭാഗ്യവും സംതൃപ്തിയും സൗഖ്യവും തന്ന ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അതിൽ വെച്ച് ഒരുമിച്ച് ചേർത്ത് നമുക്ക് ജീവനും സമൃദ്ധിയായ ജീവനും നിത്യജീവനും തന്നെ നമ്മളെ പാലിക്കുമെന്നുള്ളതാണ് ഈ ദാവീദ് രാജാവിന്റെ ഹൃദയത്തിൽ കൂടെ ദൈവം അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദൈവം മനുഷ്യരെ സെലക്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ട്രസ്റ്റ്. വിശ്വസിക്കാൻ പറ്റുന്നവരെ മാത്രമാണ് ദൈവം ഈ കാര്യം ഫലമേൽപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്ന? വിശ്വാസികളായ നമ്മൾ ദൈവത്തെ ഫോളോ ചെയ്താൽ എങ്ങനെയാണ് വെക്കുന്നത്? എന്തുകൊണ്ടാണ് ഫോളോ ചെയ്യുന്നത്? ദാവീദ് രാജാവ് എന്തുകൊണ്ടാകുന്നു ഈ ദൈവത്തെ ഫോളോ ചെയ്തത്? നാം ഈ ലേഖനത്തിൽ തന്നെ 1-ാം ലേഖനത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ എന്നാ പറയുന്നത്? ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം എന്നും വിശ്വസ്തനായിരിക്കും. അത് തന്നെയാണ് തിമോത്തിയോടും പൗലോസ് അപ്പോസ്തലൻ
പറഞ്ഞു കൊടുക്കുന്നത് 2 തിമോത്തി 2:11 പറയുന്നത്, നാം അവിശ്വസ്തരായി പാർത്താലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. കാരണം അവന്റെ സ്വഭാവമായ വിശ്വസ്തതയും സ്നേഹത്തിൽ നിന്ന്, ആ അഗാപ്പെ ലവിൽ നിന്ന് അവൻ ഒരു നാളും മാറാൻ സാധ്യമല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഹീബ്രു 13:8 പറയുന്നത് പോലെ, ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ മോർ. അതിൽ മാറ്റം വരത്തില്ല. അപ്പോൾ ദൈവമായിട്ട് നമ്മൾ പോകുമ്പോൾ ഒരു സക്സസ്ഫുൾ ഫുട്ബോൾ കോച്ച് തൻ്റെ ടീമിനെ ജയത്തിലെ ട്രോഫി വാങ്ങാൻ നയിക്കുന്നത് പോലെ ദൈവം, he will be our good shepherd and lead his people going in front. അങ്ങനെയുള്ള ഒരു ദൈവമാണ് നമ്മൾക്കുള്ളതെന്നുള്ളതാണ് അതാ ക്രൂഷ്യൽ കൂടെ മാത്രമാണ് ഇതിന് നമുക്ക് ഇടവന്നെന്നുള്ള, പാപികളായ നമ്മൾക്ക് ഇടവന്നെന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. So let us move on to the verse 26-31 now. This reveals to us glory is only in the Lord. ദൈവത്തിൽ മാത്രമാണ് മഹത്വമുള്ളത്, മറ്റുള്ളവരിൽ ഒന്നുമില്ല എന്നുള്ളത് തറപ്പിക്കുകയാണ് ഈ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് in verse 27 നമ്മൾ നോക്കുമ്പോൾ it says that God chose the foolishness of this world to put shame on the wise. And God chose the weakness of this world to put shame on the strong. അപ്പോൾ ബലവാന്മാരുടെ ബലവും ജ്ഞാനികളുടെ ജ്ഞാനവും മറന്നിട്ട് അതിനെ കഴിഞ്ഞിട്ട് ഈ ദൈവത്തിന്റെ ഭോഷത്വവും ദൈവത്തിന്റെ ബലഹീനതയും ഏറ്റവും ശക്തമാണെന്നുള്ളത് ദൈവം ഈ ക്രൂശിൽ കൂടെ നമ്മളെ പഠിപ്പിച്ചതാണ്. സോ അപ്പോ അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് ദൈവം ഇവരെ വിളിക്കുന്നത്. ദിസ് പ്രോസസ് ഓഫ് ഇൻവിറ്റേഷൻ ഓഫ് കോളിംഗ്, we know that how he called people. നമ്മൾ ഈ ജോൺ ദ ബാപ്റ്റിസ്റ്റും ജെറമിയ പ്രവാചകനെ നോക്കുമ്പോൾ അവരുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ തന്നെ ദൈവം അവരെ സെലക്ട് ചെയ്തു. He has baptized and ordained them the womb. അവർ ജനിക്കുമ്പോഴേ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാണ് അവർ ജനിക്കുന്നത്. അപ്പോൾ ഈ കോളിങ്ങിനെ പറ്റി നോക്കുമ്പോൾ നമുക്കറിയാം, ബാലനായ ശമൂവേൽ ഏലിയുടെ കൂടെ അവിടെ താമസിക്കുമ്പോൾ ദൈവം വിളിച്ചു. അപ്പോൾ ശമൂവേൽ ആലോചിച്ചു, സ്പീക്ക് ഓ ലോർഡ്, thy servant heareth. നമുക്കറിയാം, ശമൂവേൽ പ്രവാചകനാകുമ്പോൾ ദൈവം പറഞ്ഞത് കേട്ടു, അതനുസരിച്ച് നടന്ന ഒരു പ്രവാചകനായിരുന്നു ശമൂവേൽ പ്രവാചകനായിരുന്നെന്നുള്ളത് നമുക്ക് അറിയാം. പ്രോഫറ്റ് ഐശായെ നോക്കുമ്പോൾ ഐശായോട് ദൈവം ചോദിക്കുന്നു, whom shall I send? ഐശാ റിപ്ലൈ പറഞ്ഞു, I will go, Lord. If you lead me, I will hold your people in my hand. നമുക്കറിയാം, ഐശാ പ്രവാചകൻ അങ്ങനെ തന്നെ തൻ്റെ ജീവിതത്തിൽ കൂടെ ചെയ്തതാണെന്ന് നമുക്കറിയാം. ഇപ്പൊ മോഡേൺ ആൾക്കാരെ നോക്കുമ്പോൾ നോക്കി, ബലിഗ്രഹാം ഒരു യങ്ങാളായിട്ട് നടന്നപ്പം ദൈവം ബലിഗ്രഹാമിനെ വിളിച്ചിട്ട് മരിക്കുന്നിടം വരെയും Jesus is the only way, he is the way, he is the way, he is the way. That was his only preaching. He is the way to the Father and nothing else. That he preached all time. D.L. മോഡിയുടെ കഥ നോക്കുമ്പോൾ ആയുഷ്കാലം മുഴുവനും പ്രീച്ച് ചെയ്തത്
Jesus, Jesus, Jesus. Only one message. Go is Lord saves, Lord saves, Lord saves. That was only his message. So what matters to our God is not that who we are or what we are, but what Jesus wants is who we can become in Christ. That is why he chose us. So why he is choosing that? ഇവിടെ ഈ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത് എന്തുകൊണ്ട് ദൈവം ഇത് ചെയ്യുന്നു. എന്നാൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് നാം എല്ലാം വിശ്വസിക്കുന്നതും ആഗ്രഹിച്ചിരിക്കുന്നതും ഒരു നാളിൽ ക്രിസ്തുവിന്റെ കൃപാസനത്തിന് മുമ്പ് നമ്മൾ ഓരോരുവരും നിൽക്കുമെന്നുള്ള ആഗ്രഹത്തിലാണ്. അപ്പോൾ നമ്മൾ ഒരുത്തർക്കും പറയാൻ സാധ്യമായി വരത്തില്ല, എൻ്റെ മിടുക്ക് കൊണ്ട്, എൻ്റെ നല്ല പ്രവൃത്തി കൊണ്ട്, എൻ്റെ എഫർട്ട് കൊണ്ട് ഞാൻ ഇവിടെ എത്തിയെന്ന് ആരും പോസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ദൈവം ഈ ബലഹീനരും ഫൂളിഷുമായിട്ടുള്ള മനുഷ്യരെ എടുത്ത് മഹാന്മാരുടെ വർക്ക് ചെയ്യാനായിട്ട് നടത്തിയത്. അത് കാരണം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ it is only by grace you can enter, and only by grace you can stand before him. This brings us to final point. How can we God so confident in the weak mortal, weak people, ബലഹീനരായ നമ്മളുടെ മേൽ ഇത്രയും ഇത് എടുക്കാൻ ദൈവം എങ്ങനെയാണ്? How can he be so confident in this? ജെനസിസ് 1:27 നമ്മൾ നോക്കുമ്പോൾ ദൈവം സ്വന്തം കൈകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന്റെ വായില് തൻ്റെ വായി ചേർത്ത് വെച്ച് ശ്വാസം ഊതിക്കൊടുത്തു. ആ ശ്വാസം ഊതിക്കൊടുത്തപ്പം തീർച്ചയായിട്ടും കുറച്ച് സലൈവായും കൂടെ അകത്ത് കയറി കാണും. ആ സലൈവായി കൂടെ മനുഷ്യന് ദൈവത്തിന്റെ DNA കിട്ടി. അങ്ങനെ ദൈവ സാദൃശ്യത്തിൽ മഹത്വീകരിച്ച് ദൈവത്തോടൊപ്പം വസിക്കാനുള്ള മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടി എന്ന് പറയുന്നത്, പക്ഷെ മനുഷ്യൻ പാപം ചെയ്ത് അവിടുന്ന് ദൈവത്തെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഈ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്റെ ഹൃദയം കൊണ്ട് ദൈവത്തിനായി വിട്ടുകൊടുത്ത ദാവീദ് ഈ കാര്യം ഓർത്തിട്ട് പറയുന്നത് 139 സങ്കീർത്തനത്തിൽ നമ്മളോട് പറയുന്നത്, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരുന്നപ്പോൾ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം അറിയിച്ചു. നമ്മളെ ലോകത്തിലെ അത്ഭുതങ്ങളും കണ്ടുപിടുത്തങ്ങളും സയന്റിസ്റ്റിന്റെ കണ്ടുപിടുത്തങ്ങളും ഇതെല്ലാം നമ്മൾ വായിക്കും. പക്ഷെ പ്രിയ സ്നേഹിതരെ, ജനിക്കുന്ന ഒരു കുഞ്ഞിന്റെ അത്രയും ഒരു കാര്യവും അതിനേക്കാൾ മികച്ചതായിട്ടില്ല. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് നമ്മളെ ഭയങ്കരമായും അത്ഭുതകരമായിട്ടും നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ സയന്റിഫിക് ആയിട്ട് അങ്ങോട്ട് നോക്കിയാല് ഒരു പുരുഷന്റെ ഒരു സെല്ലും ഒരു സ്ത്രീയുടെ ഒരു സെല്ലും കൂടെ തമ്മിൽ യോജിച്ചിട്ട് ഒരു മൈക്രോസ്കോപ്പിക് കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത ഒരു സിംഗിൾ സെല്ലാണ് അമ്മയുടെ ഉദരത്തിൽ തുടങ്ങുന്നത്. എന്നിട്ട് ആ ഒരു മൈക്രോസ്കോപ്പിക് സെല്ലില് അപ്പന്റെ സൈഡിലെയും അമ്മയുടെ സൈഡിലെയും സർവ ജനറ്റിക് മെറ്റീരിയലും സർവ കാര്യങ്ങളും ആ സെല്ലിൻ്റെ അകത്ത് അടങ്ങിയിട്ട് അത് പിന്നെ ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു കുഞ്ഞായിട്ട് ജനിക്കുന്നു. ഇതിൽ പരം അത്ഭുതം നമുക്ക് എന്നാണ് പറയാനുള്ളത്? അതാണ് ദാവീദ് രാജാവ് നമ്മളെ സ്ട്രെസ് ചെയ്യുന്നത്. ഇതിൽ കൂടെ വലിയൊരു അത്ഭുതമില്ല ഈ ഭയങ്കരമായിട്ടും അത്ഭുതകരമായിട്ടും സൃഷ്ടിച്ചിട്ടുള്ളത്.
അപ്പോൾ ഈ ദൈവത്തിന്റെ സൃഷ്ടി നോക്കുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ DNA എന്ന് പറയുന്ന കാര്യം ഒരു മനുഷ്യനും എല്ലാവരുടെയും DNA വേറെയാണ്. അൺലെസ് there is identical twins, അവർക്ക് മാത്രം ഒരേ DNA ഉണ്ട്, അല്ലെ സർവ മനുഷ്യരുടെയും DNA വ്യത്യാസമാണ്. അപ്പോൾ എന്തുകൊണ്ട് ദൈവം അങ്ങനെ ഉണ്ടാക്കി വെച്ചു? ദൈവം അവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ വലിയ കമ്പ്യൂട്ടറിൽ, ആ കമ്പ്യൂട്ടർ ഈ കീബോർഡിലോട്ടിൽ ഇപ്പം ഓരോരുത്തന്റെ DNA പട്ടകയിലോട്ടൊന്ന് ചോദിച്ചാൽ മതി, ആ മനുഷ്യന്റെ സർവ കാര്യങ്ങളും നഗ്നമായിട്ട് ദൈവസന്നിധിയിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പ്രത്യേകമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മളൊന്ന് ഓർത്തു നോക്കണം. അപ്പോൾ ഈ ക്രൂശിൽ കയറി തന്റെ മകനെ പാപികളായ നമ്മളെ ആ ക്രൂശാരോഹണത്തിൽ കൂടെ നമുക്ക് എന്നോ ലഭിച്ചെന്നാണ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. ഇങ്ങനെ DNA ആയാലും വ്യത്യസ്തരായാലും പല രീതിയിലും ജീവിച്ചിരിക്കുന്ന നമ്മെ ആ ക്രിസ്തുവിന്റെ ക്രൂശിൽ കൂടെ, ക്രിസ്തുവിന്റെ ആ രക്തത്തിൽ കൂടെ നമ്മളെയെല്ലാം ഒരു സൃഷ്ടിയായി, ഒരു പുതു സൃഷ്ടിയായി നമ്മളെ മാറ്റുകയാണ്. അങ്ങനെ ഈ മാറ്റം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ സൃഷ്ടിയെ നമ്മൾ എങ്ങനെയാണ് സൃഷ്ടിച്ച് യോഹന്നാൻ 1:13 നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ സൃഷ്ടി രക്തത്താലുമല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവം ഒരുവൻ മാത്രമാണ് ആ സൃഷ്ടിയുടെ പിതാവെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന നമുക്ക് എന്താകുന്നു പറയുന്നത്? നമ്മളെ ഓരോരുവരും, വ്യത്യസ്തരായ നമ്മൾ ഓരോരുവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് ഒരേ ജഡമായിട്ട് മാറുന്നതാണ് ഈ പുതു സൃഷ്ടിയിൽ. അപ്പോൾ ആ പുതു സൃഷ്ടിയിലുള്ളവർക്ക് ഒരേ ആത്മാവിലാണ് അവർ ജീവിക്കുന്നത്. സോ അങ്ങനെ ഒരേ ആത്മാവിൽ ജീവിക്കുന്നവർക്ക് ഒരേ പിതാവ് മാത്രമാണ്. അങ്ങനെ വ്യത്യസ്തരായ നമ്മളെ എല്ലാവരും കർത്താവിന്റെ ക്രൂശിലെ രക്തം ചൂറ്റിച്ച് ആ ക്രൂശാരോഹണത്തിൽ കൂടെ നമ്മളെ എല്ലാം ഒന്നാക്കി മാറ്റി എന്നുള്ളതാണ് ഈ ക്രൂശിന്റെ മെസ്സേജ് എന്ന് നമ്മളോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് സംഭവിച്ചതെന്താണെന്ന് റോമൻസ് 8 പറയുന്നത് പോലെ, ഈ ഒരേ ജഡത്തിൽ കൂടെ നമ്മൾ വന്നിട്ട് we have become the heirs and joint heirs of his kingdom. അപ്പോൾ നമ്മള് ഈ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ അവകാശം നമുക്കുമുണ്ട്, പക്ഷെ പുത്രന്റെ കൂടാണ്. ഇറ്റ് ഈസ് എ ജോയിന്റ് ഹെയർ. അപ്പം പുത്രന്റെ അനുവാദം കൂടി ഇല്ലാതെ നമുക്ക് അവിടെ ഒന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ സംഭവിച്ചത് എങ്ങനാകുന്നു? നമുക്ക് ഈ നായ്ക്കളെ പോലെ ഈ മേശയുടെ കീഴിൽ കിടക്കുന്ന നുറുക്കങ്ങളെ കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മാനമായിട്ട് പുത്രനോടുകൂടെ മേശയുടെ മുകളിൽ പുത്രനോടൊപ്പം തന്നെ അപ്പം കഴിക്കാമെന്നുള്ളതാണ് ഈ പുതുജനനത്തിൽ കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മളെ പുതുസൃഷ്ടിയാക്കി വന്നവരെ പറ്റി ദൈവത്തിനുള്ള കരുതൽ എന്താകുന്നെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരെയും, തൻ്റെ മക്കളായ ഓരോരുത്തരെയും പറ്റിയും ദൈവത്തിന് അറിയാം. ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാകത്തില്ല, ദൈവത്തിന് പ്ലാൻ ഉണ്ട്. അത് ഈ യെരമ്യാ പ്രവാചകനിൽ കൂടെ ഈ ബാബിലോണിൽ അടിമയായി കിടത്ത യഹൂദനോട് ദൈവം പറയുന്നത്, യെരമ്യാ 29:11 പറയുന്നത്, ഐ ഹാവ് എ പ്ലാൻ ഫോർ യു, നോട്ട് ടു
kill you. It is the plan to prosper, and I know who you are. I have a plan for it, a plan to prosper and flourish. എന്റെ വിചാരം നിങ്ങളുടെ തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായിട്ടാണ് എന്റെ നിരൂപണങ്ങൾ നിങ്ങളെ പറ്റിയെന്ന് ഈ ദൈവമക്കളായ ഓരോരുത്തരോടും ദൈവം പറയുന്നത്. അതുകൊണ്ടാകുന്നു നമ്മൾ ഈ ദൈവത്തിന് നമ്മെ പറ്റിയുള്ള പദ്ധതിയും പ്ലാനും മനസ്സിലാക്കാൻ നമുക്ക് വിഷമമാണെങ്കിൽ, അതിനായിട്ടാണ് യെശയ്യാ പ്രവാചകൻ 55:9 പറയുന്നത്, ആകാശം ഭൂമിക്ക് മുകളിൽ 1000 ലൈറ്റ് ഇയേഴ്സ് ഇതുപോലെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളെക്കാളും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാളും ഉയർന്നിരിക്കുന്നെന്ന് ദൈവം നമ്മളെ പ്രവാചനത്തോട് പറയുന്നത്. അതുകൊണ്ടാണ് 103 സങ്കീർത്തനത്തിന്റെ 3:11 നാം പാടുന്നത്, ചെയ്യുകയില്ല അവൻ നമ്മൾ പാപത്തിനൊത്തപ്പോൾ, പ്രതിഫലം അരുളുന്നില്ല അകൃത്യങ്ങൾക്ക് നിശ്ചയ, വാനം ഈ ഭൂവിൽ നിന്ന് ഉയർന്നിരുന്നതുപോൽ പരന്തയ ഭക്തന്മാർ വലിയത് തന്നെ എന്ന് നമ്മൾ പാടുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തോടു കൂടെ വസിക്കാൻ സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്താൻ ഇടയായപ്പോൾ ദൈവം തൻ്റെ മകനെ ക്രൂശിൽ കൂടെ നമുക്ക് രക്ഷ നൽകി. Through him we are made holy and blameless to stand before our Heavenly Father, and also given us the Holy Spirit to prepare us for that calling. അപ്പോൾ ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ടതെന്താകുന്നു? നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായിട്ട് സകലവിധ ജ്ഞാനത്തോടും കൂടെ നമ്മുടെ ഇടയിലും നമ്മുടെ ഹൃദയത്തിലും വസിച്ചുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ദൈവവും പിതാവുമായവനെ ക്രിസ്തുവേശുവിലൂടെ പിതാവായ ദൈവത്തിന് മഹത്വം കരയറ്റുന്നവരായിട്ട് ജീവിക്കണമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ 1 John 1:9 പറയുന്ന പോലെ സത്യമായിട്ട് നമ്മളുടെ പാപങ്ങളെ ഏറ്റു പറയണം. Psalm 34 ഈ ഹൃദയമുള്ള ദാവീദ് പറയുന്നത് പോലെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും പുകഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. അങ്ങനെ ആ നാവിന്മേൽ ഇരിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. കാരണം God's foolishness on the cross has given us this opportunity to become his children and regain life and life is fullness and eternal life. അപ്പോൾ ക്രിസ്തുവും അവന്റെ ആത്മാവും നമ്മൾ വസിച്ച് യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നും അവൻ ക്രൂശിൽ നമ്മൾക്കായിട്ട് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇപ്പോൾ മധ്യസ്ഥനായിട്ട് നമുക്ക് വേണ്ടി ഇരിക്കുന്നുണ്ടെന്നും താമസിയാതെ നമ്മെ ചേർത്തുകൊള്ളുവാൻ അവൻ വരുമെന്നുള്ളത്, this we should confess with our mouth and believe in our heart. ഇത് എന്നിട്ട് മറ്റുള്ളവരോട് ഈ രക്ഷയുടെ കാര്യം പറഞ്ഞ് അവരെയും ആ ക്രിസ്തുവിന്റെ കുരിശിലേക്ക്, ക്രിസ്തുവിന്റെ അരികിലേക്ക് വിളിച്ചു കൊണ്ടുവരാനാണ് നമ്മളെ ഓരോരുത്തരോടും ദൈവം പറയുന്നത്. സോ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൺക്ലൂഡ് ചെയ്യുന്നത് in verse 30, it is by God's foolishness to sacrifice his son on the cross so that we are in Christ, who has become both the wisdom of God and his righteousness, and also his holiness, and he became the redeemer of us. Unlike the self-righteousness of Jews and the human wisdom of Gentiles,
that is foolishness in God's sight. So in verse 31, Paul പറയുന്ന, we have so that nothing to boast in this life or even in our next life other than the cross of our dear Lord Jesus Christ and his gospel of love. അതിനായിട്ട് പരിശുദ്ധാത്മാവാൻ ദൈവം എന്നെയും നിങ്ങളെയും ഇന്നും എന്നും സഹായിക്കട്ടെ. In Jesus' precious name we pray. Amen.